നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 46-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. 71-ലെ സിനിമയുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. മലയാള സിനിമയിലുണ്ടായ മാറ്റം, അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. സിനിമാ ചരിത്രം മനസ്സിലാക്കുവാനും സിനിമയിൽ പ്രവേശിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഈ എപ്പിസോഡുകളിലൂടെ വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ എന്ന ഈ പങ്ക്തിയിലൂടെ കടന്നു പോകുന്നത് നന്നായിരിക്കും. 71-ലെ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ കെ.എസ്. സേതുമാധവൻ്റെ ചില ചിത്രങ്ങളെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചു. ഒരു പെണ്ണിൻ്റെ കഥ, അനുഭവങ്ങൾ പാളിച്ചകൾ, ഇൻകിലാബ് സിന്ദാബാദ്, കരകാണാ കടൽ എന്നീ സിനിമകളാണ് 71-ൽ കെ.എസ്. സേതുമാധവൻ ചെയ്തത്. ദി വിസിറ്റ് എന്ന ചിത്രമാണ് ഒരു പെണ്ണിൻ്റെ കഥയായി മാറിയത്. എസ്. എൽ. പുരത്തിൻ്റെ ശക്തമായ തിരക്കഥയായിരുന്നു. സത്യനും ഷീലയും മത്സരിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു. അതേപോലെ മെല്ലി ഇറാനിയുടെ ഛായാഗ്രഹണം, വയലാർ ദേവരാജൻ ടീമിൻ്റെ ഗാനങ്ങൾ, അതിൽ പൂന്തേനരുവി പൂന്തേനരുവി, പൊന്മുടിപ്പുഴയുടെ അരിജത്തി എന്ന ഗാനം, സൂര്യഗ്രഹണം, ഈ ഗാനങ്ങളൊക്കെ ഇന്നും നാം ഓർക്കുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായൊരു ചിത്രമായിരുന്നു 71-ലെ ഒരു പെണ്ണിൻ്റെ കഥ. തകഴിയുടെ നോവലാണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന പേരിൽ സിനിമയായത്. ആ സിനിമ തകഴിയുടെ നോവലിനോട് കൃത്യമായി നീതി പുലർത്തി എന്നുള്ളതാണ് സത്യം. ഷീല നായികയായ, സത്യൻ നായകനായ ആ സിനിമയിൽ നസീറും ടി കെ ബാലേന്ദ്രനും അടൂർ ബാസിയും KPS ലളിതയും ശങ്കരാടിയും ഗോവിന്ദൻകുട്ടിയും ഒക്കെ അഭിനയിച്ചിരുന്നു. മറ്റൊരു സിനിമയാണ് കെ.എസ്. സേതുമാധവൻ്റെ ഇൻകിലാബ് സിന്ദാബാദ്. എന്നാൽ അത് അത്ര വിജയിച്ച സിനിമയായില്ല. ഇക്കാലത്തിലാണ്, ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സത്യൻ അന്തരിക്കുന്നത്. സത്യൻ അന്തരിച്ചതോടെ കഥ മാറ്റി എഴുതേണ്ടി വന്നു. പകരം ഒപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സേനാനിയുടെ റോൾ വലുതാക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആ സേനാനിയായി അഭിനയിച്ചത് മധുവാണ്. ഇക്കാലത്ത് നവവധു എന്ന ഒരു സിനിമ ഇറങ്ങി. പിൽക്കാലത്ത് സൗന്ദര്യത്തിൻ്റെ നിറകുടമായി മാറിയ, മലയാള സിനിമയിൽ സൗന്ദര്യത്തിൻ്റെ മറ്റൊരു മുഖമായി മാറിയ ഉണ്ണിമേരി അഭിനയിച്ചത്, ബാലതാരമായി അഭിനയിച്ചത് നവവധുവിലാണ്. 1971-ൽ ഒരു സംവിധായകൻ്റെ അരങ്ങേറ്റവും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ എബ്രഹാം. അദ്ദേഹം ആദ്യം ചെയ്ത സിനിമയാണ് വിദ്യാർത്ഥികളെ ഇതിലെ എന്ന സിനിമ. ഈ സിനിമയെക്കുറിച്ച് ജോണിനോട് ചോദിച്ചാൽ ജോൺ പറയുക, അതൊരു തറ സിനിമയായിപ്പോയി, എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല, ഞാൻ അത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. പിൽക്കാലത്ത് അദ്ദേഹം അഗ്രഹാരത്തിലേക്ക് എഴുത 78-ൽ, ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ 83-ൽ, അമ്മ അറിയാൻ 86-ൽ ഒക്കെ എടുക്കുകയുണ്ടായി. നല്ലൊരു സംവിധായകനെ മലയാളത്തിന് ലഭിച്ചു 71-ൽ എന്നുള്ളതാണ്. 71-ൻ്റെ വലിയൊരു നഷ്ടമായിരുന്നു നടൻ സത്യൻ്റെ മരണമെങ്കിൽ 71-ലെ മലയാള സിനിമയുടെ നേട്ടമായിരുന്നു ജോൺ അബ്രഹാം സിനിമയിലേക്ക് വന്നു എന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ സാധ്യത, ജാഗ്രത ഒക്കെയായിരുന്നു ജോൺ അബ്രഹാം. പ്രത്യയശാസ്ത്രം, പ്രത്യാശ ഇവ കാലത്തിൻ്റെ കലാപ സാധ്യതയാക്കി അദ്ദേഹം മാറ്റി. ആൾക്കൂട്ടങ്ങൾക്കപ്പുറമുള്ള സൗഹൃദകാല ജാഗ്രത, മൂലധന പൊങ്ങച്ചങ്ങൾക്കും അധികാര ലഹരികൾക്കും മുകളിൽ സർഗ സൃഷ്ടിയുടെയും സല്ലാപങ്ങളുടെയും ആകാശം ബാക്കിയുണ്ടായിരുന്ന ഒരു കാലത്തിൻ്റെ സാധ്യത, ഇതൊക്കെയായിരുന്നു ജോൺ അബ്രഹാം. 1972-ൽ ലോക സിനിമയ്ക്ക് മലയാള സിനിമ ഒരു സംഭാവന നൽകിയതാണ് അടൂരിൻ്റെ സ്വയംവരം. മലയാളത്തിലെ പല സിനിമകളും അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെമ്മീൻ വിദേശ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ എത്ര നേട്ടമുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ കാര്യമായി ഒന്നും പറയാനായില്ല. എന്നാൽ സ്വയംവരം ലോക സിനിമയിലേക്ക് മലയാള സിനിമയെ എത്തിച്ചു. അടൂരിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. അടൂരിൻ്റെ മാത്രമല്ല, അസീസിൻ്റെയും കരമന ജനാർദ്ദനൻ്റെയും ആദ്യ സിനിമയാണ് സ്വയംവരം. ഇങ്ങനെ സിനിമാ ചരിത്രം നീങ്ങുകയാണ്. സിനിമയിലെ ഗാനങ്ങളെക്കുറിച്ചാണ്
അതെങ്ങനെയൊക്കെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വരികയായിരുന്നു. ഈ ഗാനങ്ങൾക്ക് മലയാളത്തിലെ സാഹിത്യ ശാഖയുമായി ബന്ധമുണ്ടെന്നും അലങ്കാരങ്ങളുമായി ഈ ഗാനങ്ങൾ അടുത്തു നിൽക്കുന്നുവെന്നും ഈ അലങ്കാരങ്ങളെല്ലാം ഗാനങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നും നാം പറഞ്ഞു വച്ചു. പല അലങ്കാരങ്ങളും നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഇത്തവണയും പരികരം എന്ന ഒരു അലങ്കാരത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. വരും പരികരം ചൊന്നാൽ സാഭിപ്രായ വിശേഷണം, ഇതാണ് അതിൻ്റെ ലക്ഷണം. അമ്പിളിക്കല ചൂടുന്ന തമ്പുരാൻ താപനാശനൻ, ഇതാണ് അതിന് ഒരു ഉദാഹരണം. വരും പരികരം ചൊന്നാൽ സാഭിപ്രായ വിശേഷണം, അഭിപ്രായ ഗർഭങ്ങളായ വിശേഷണങ്ങൾ പ്രയോഗിക്കുന്നതാണ്. അഭിപ്രായങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിശേഷണങ്ങൾ പ്രയോഗിക്കുന്നതാണ്, സാഭിപ്രായ വിശേഷണങ്ങൾ പ്രയോഗിക്കുന്നതാണ് വരും പരികരമായി വരുന്നത്. പ്രകൃതി ഉദാഹരണത്തിൽ, ഈ കഴിഞ്ഞ ഉദാഹരണത്തിൽ, അതായത് അമ്പിളിക്കല ചൂടുന്ന തമ്പുരാൻ താപനാശനൻ എന്ന ഉദാഹരണത്തിൽ അമ്പിളിക്കല ചൂടുന്ന വിശേഷണം തമ്പുരാൻ്റെ താപനാശ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അലങ്കാരവും മലയാള സിനിമാ ഗാനത്തിൽ നമുക്ക് കണ്ടെത്താനാകും. പി ഭാസ്കരൻ്റെ ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഭാഗവും സംസാരിച്ച് വന്നതും തുടരുന്നതും. ഭാസ്കരൻ മാഷിൻ്റെ ഗാനങ്ങൾ അയജ്ഞ ലളിതമായി ഏതു മനുഷ്യ മനസ്സിലേക്കും പെയ്തിറങ്ങുന്നവയാണ്. നാഴൂരി പാലുകൊണ്ട് നാടായ കല്യാണവും 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണവും സൃഷ്ടിച്ച ഗാനരചയിതാവാണ് അദ്ദേഹം. മലയാളി മനസ്സിലേക്ക് പെയ്തിറക്കിയത് ഗ്രാമ്യതയുടെയും സ്നിഗ്ധ മനോഹാരിതയുടെയും സ്വപ്നങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാവ്യ പുല്ലാങ്കുഴയിൽ നിന്ന് പ്രതിഭയുടെ കരം തൊട്ടപ്പോൾ എത്രയെത്ര സുന്ദര രചനകളാണ് പുറത്തു വന്നത്. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാമക കരാങ്കുലി ചുംബന ലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തു വന്നു. എത്ര മനോഹരമാണ്. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ നിന്ന് വന്നൊളിച്ചിരുന്നു. എൻ്റെ ഓടക്കുഴലിൽ, അതിനും ഒരു വിശേഷണം കൊടുക്കുന്നുണ്ട്. പൊന്നോടക്കുഴലിൽ വെറും രാഗമല്ല, സുന്ദര രാഗമായി ഒളിച്ചിരുന്നു. അവിടെയൊക്കെ വിശേഷണം വരുന്നത് കേട്ടോ. മാമക കരാങ്കുലി, എൻ്റെ വിരൽത്തുമ്പ് തൊടുവല്ല ചെയ്ത്, ചുംബിക്കുകയാണ് ചെയ്തത്. പൊന്നോടക്കുഴലിലൊന്ന് ചുംബിച്ചപ്പോൾ ചുംബന ലഹരിയിൽ പ്രേമത്തിൻ്റെ സംഗീതമായി പുറത്തു വന്നു. എത്ര മനോഹരമായാണ് ഇത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നമ്മൾ ശ്രീകുമാരൻ തമ്പിയുടെ ചില വാക്കുകളോടുള്ള താല്പര്യം ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കാണുകയുണ്ടായി. അദ്ദേഹം ഓമന എന്ന പദത്തിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നതും ആ പദം പല ഗാനങ്ങളിലും എടുത്തെടുത്ത് വരുന്നതും നമ്മൾ കണ്ടു. എല്ലാ കവികൾക്കും അല്ലെങ്കിൽ ഗാനരചയിതാക്കൾക്കും ചില വാക്കുകളോടും ചില കൽപ്പനകളോടും കൂടുതൽ പ്രതിപത്തി കണ്ടേക്കാം. ഭാസ്കരൻ മാഷും അങ്ങനെ ഒന്നുണ്ട്. സ്വപ്നത്തോടാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം എന്ന് നമുക്ക് തോന്നുന്നു. നിദ്രതൻ നീരാഴി നീന്തിക്കിടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. സ്വപ്നം വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, നിദ്രയുടെ നീരാഴി നീന്തിക്കിടന്നപ്പോൾ കിട്ടിയത് സ്വപ്നത്തിൻ്റെ കളിയോടമാണ്, കളിവഞ്ചിയാണ് എനിക്ക് കിട്ടിയത്. ഉറക്കത്തിൽ കണ്ട സ്വപ്നം നോക്കൂ, ആ എത്ര ശയ്യാഗുണമുള്ളതാണ്, കയ്യടക്കമുള്ളതാണ് വരികൾ. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. അവിടെയും സ്വപ്നം വരുന്നത് നോക്കൂ. സ്വപ്നമാലിനി തീരത്ത് ഒരു കൊച്ചു കല്യാണ മണ്ഡപം. മാലിന്യ തീരത്ത് കണ്ണാടി നോക്കുന്നതൊക്കെ മറ്റൊരു ഗാനരചയിതാവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാലിന്യ തീരത്ത് എന്താ, ഒരു കൊച്ചു കല്യാണ മണ്ഡപം. ഏത് മാലിന്യ തീരത്താണ്? സ്വപ്നത്തിൻ്റെ മാലിന്യ തീരത്താണ്. സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ അവിടെയും സ്വപ്നം. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പലി കേട്ടുണർന്നു. മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. എങ്ങനെയാണ് പദവിന്യാസം നടത്തുന്നത് ഗാനരചയിതാവ് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സുന്ദര സ്വപ്നങ്ങൾ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി. എനിക്കേകിയത് സുന്ദര സ്വപ്നങ്ങളാണ്, അതിൻ്റെ വർണ്ണച്ചിറകുകൾ വീശിയിട്ടാണ്. അങ്ങനെയുള്ള വർണ്ണച്ചിറകുകൾ വീശി മലയാളി മനസ്സിലേക്ക് വിശുദ്ധിയുടെ ലാളിത്യത്തിൻ്റെ ഗാനങ്ങൾ പെയ്തിറക്കിയ ഗാനരചയിതാവായിരുന്നു പി ഭാസ്കരൻ മാഷ്.
അതേസമയം തന്നെ സ്വപ്നം തകർന്നു പോയാൽ പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ സ്വപ്നത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപത്തി നമുക്ക് മനസ്സിലാക്കാനാകാം. ഇനിയും ഭാസ്കരൻ മാഷിൻ്റെ ഗാന രചനയിലൂടെ നമുക്ക് തുടർന്നും സഞ്ചരിക്കാം. നമസ്കാരം.